ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ സവിശേഷമായ ജീവിതം ഹ്രസ്വമായ നിലയിലെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഒരുപാട് എഴുത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അത് അവസാനിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു നബി ചരിത്ര ഗ്രന്ഥത്തിൻ്റെ മുഖവുരയിൽ കണ്ടതുപോലെ എത്ര എഴുതിയാലും തീരാത്തിടത്തോളം അത്ഭുതങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ ജീവിതത്തെ പല നിലയിൽ കൂടി അവതരിപ്പിച്ചവരുണ്ട്, എഴുതിയവരുണ്ട്. വ്യത്യസ്തമായ ശൈലിയിലുള്ള ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഒരൊറ്റ വ്യക്തിയെ സംബന്ധിച്ചാണ്. അതാണ് അതിൻ്റെ അത്ഭുതം. ഓരോരുത്തർ ആ റസൂലിനെ ഓരോരോ നിലയിൽ കൂടി കാണാൻ ശ്രമിച്ചു. അവർക്കെല്ലാം റസൂൽ അത്ഭുതമായി തോന്നി. വീണ്ടും രചനകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയ രചനകൾ വരുന്നതിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ വലിയ അത്ഭുതം കൂടുതൽ നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നബിയെ സംബന്ധിച്ചുള്ള ഒരു രചനയോ പരാമർശങ്ങളോ അവസാനിക്കുമെന്ന് നമുക്ക് വിചാരിക്കാനും കഴിയില്ല. മനുഷ്യവാസം ഈ ലോകത്തുള്ളിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. നബിയെക്കുറിച്ച് പറയപ്പെട്ടുകൊണ്ടേയിരിക്കും. നബിയെക്കുറിച്ച് എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും. നബിയുടെ അപദാനങ്ങളും പ്രകീർത്തനങ്ങളും പാടിയും പറഞ്ഞും ഈ ലോകത്ത് മനുഷ്യർ ഉള്ളിടത്തോളം കാലം തുടരും. ഒരു സംശയമില്ല കാര്യത്തിൽ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സഹാബാക്കൾ കുറേയേറെ പറഞ്ഞു. നമുക്കറിയാം, ഷമായിലിൻ്റെ ഗ്രന്ഥങ്ങൾ അങ്ങനെയാണ് ഉണ്ടായത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷമായിലുകൾ, ഖസായിസുകൾ, ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ രചനകൾ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള രചനകളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ തുടങ്ങണം. ശരിക്കും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബത്തിൻ്റെ ത്യാഗത്തിൽ തുടങ്ങണം. അങ്ങനെ വലിയൊരു ത്യാഗത്തിൻ്റെ കണ്ണി ചെന്ന് ചേരുകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഇബ്രാഹിം നബിയിലേക്ക്. ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ കരുത്തിൻ്റെ ചരിത്രമാണ് ഇബ്രാഹിം നബിയുടേത്. അതങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്നത് നമുക്ക് കാണാം. തവക്കുലിൻ്റെ ഒരു ചരിത്രമുണ്ട് ഇബ്രാഹിമി കുടുംബത്തിന്. അതും അങ്ങനെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നെത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ത്യാഗത്തിൻ്റെ ചരിത്രമുണ്ട് ഇബ്രാഹിം നബിക്ക്. അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതാണ്. ഇങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബം ഏതെല്ലാം സവിശേഷ ഗുണങ്ങളിലൂടെ ഇന്നും ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നു, ആ സവിശേഷതകളെല്ലാം നമ്മൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കാണും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹാജിറിനെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുപോയി ആക്കി മടങ്ങിപ്പോയി. ഹാജിർ ഇബ്രാഹിം നബിയോട് ചോദിച്ചു, എന്താണ് ഞങ്ങളെ ഇവിടെ വിട്ടിട്ട് പോകാനുള്ള കാരണം? ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ചരിത്രത്തിൽ നിന്ന് നമ്മൾ അതിൻ്റെ വരികൾക്കിടയിലൂടെ മനസ്സിലാക്കി പോകേണ്ടുന്ന ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം പറയുമ്പോൾ ഉണ്ട്.
അപ്പൊ എന്തുകൊണ്ടാണ് ഞങ്ങളെവിടെ വിട്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, അള്ളാഹുവിന്റെ തീരുമാനമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന മറുപടി, അതെ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നിങ്ങളെ ഇവിടെ ആക്കിയിട്ട് ഞാൻ മടങ്ങിപ്പോകുന്നത്. അപ്പോ ഹാജർ അലൈഹിസ്സലാം പറയുന്നൊരു മറുപടിയുണ്ട്, ഇതല്ല യുദയ്യാൻ, എന്നാൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ പാഴാക്കുകയില്ല എന്നൊരു വിശ്വാസത്തിൽ നിന്നാണ് മക്ക മുക്കറമയുടെ മനുഷ്യവാസം ആരംഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അവിടെ തുടങ്ങുകയാണ് നാം ഇന്ന് അറിയുന്ന മനുഷ്യ ചരിത്രം മക്കയിൽ ആരംഭിക്കുന്നത് ഈ ഒരു വാക്കിൽ നിന്നാണ്. അള്ളാഹു നമ്മളെ പാഴാക്കുക. സത്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റപ്പെടുന്നിടത്ത് ഓരോ മുസ്ലിമിന്റെയും മനസ്സിലുണ്ടാകേണ്ടുന്ന തിരിച്ചറിവാണത്. ഞാൻ അള്ളാന്റെ കൽപ്പന എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അതിൻ്റെ പേരിൽ ബാഹ്യമായ നഷ്ടങ്ങൾ ഒരുപക്ഷെ തോന്നിയാൽ, ബാഹ്യമായി വലിയ പ്രയാസങ്ങൾ തോന്നിയാൽ, ബാഹ്യമായി വലിയ തരത്തിലുള്ള കഷ്ടപ്പാടുകൾ തോന്നിയാൽ അതിനെല്ലാം പരിഹാരം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടപ്പിലാക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കുമ്പോൾ അവിടെ ഭൗതികമായ ഒരു മാർഗങ്ങളുമില്ല. ബാഹ്യമായി നാം ചിന്തിക്കുമ്പോൾ ഒരു മാർഗവും അവിടെയില്ല. എങ്ങനെയാണ് ഹാജർ അലൈഹിസ്സലാം ജീവിക്കുക? എങ്ങനെയാണ് ഇസ്മായിൽ നബി ജീവിക്കുക? മക്കയിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല. ആകെ കുറഞ്ഞ വെള്ളം ഒരു പാത്രത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലുണ്ടായിരുന്നത് അത് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വെള്ളം തീർന്നാൽ കഴിഞ്ഞു ബാഹ്യമായ എല്ലാ സാധ്യതകളും. അങ്ങനെ പക്ഷേ ഹാജറും ഇസ്മായിലും ആ നാട്ടിൽ താമസിച്ചു. മക്കയുടെ ചരിത്രം തുടങ്ങുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന ഒരു മനുഷ്യൻ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലൂടെ നിർവഹിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു പക്ഷേ അവിടെ ഉണ്ടാകാവുന്ന ത്യാഗങ്ങളും പ്രതിസന്ധികളും വളരെ വലുതായിരിക്കും. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത പ്രതിസന്ധികൾ ഉണ്ടാവും. ഇന്നത്തെ ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ആരുമില്ലാത്തൊരിടത്ത് ഒരു ഉമ്മയും മകനും മാത്രം, മനുഷ്യവാസമേ ഇല്ലാത്തൊരിടത്ത്, കുടിക്കാൻ ഒന്നുമില്ലാത്തിടത്ത്, കഴിക്കാൻ ഒന്നുമില്ലാത്തിടത്ത് ഒരു ഉമ്മയും മകനും മാത്രം, ബാഹ്യമായി ജീവിക്കാനുള്ള ഒരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു നാട്ടിൽ താമസിക്കാൻ. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനമാണ് അവിടെ നടപ്പിലാകുന്നത്. അവിടെ ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, അള്ളാന്റെ തീരുമാനം ഞങ്ങളുടെ വിഷയത്തിൽ ഇതാണെങ്കിൽ തീർച്ച അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിക്കപ്പെടുന്നിടത്ത് ആശ്വാസത്തിന്റെ വഴികൾ തുറക്കപ്പെടും. ബാഹ്യമായി നമ്മളത് കണ്ടാലും ഇല്ലെങ്കിലും. ഒന്നാമതായി തവക്കുലിന്റെ പാഠമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ ഒന്നാമത്തെ അധ്യായമായി നമ്മൾ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാരിലൂടെ നമ്മൾ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം തീർന്നു. ഹാജർ കാണുന്നത് ഒരു സഫാ മലയാണ്. ആ മലയുടെ മുകളിൽ കയറി പരിസരങ്ങളിൽ നോക്കുന്നു. വെള്ളം കാണാനില്ല എവിടെയും. പ്രതീക്ഷയോടുകൂടി അവിടെ നിന്നിറങ്ങി മറുവയിലേക്ക് കയറുന്നു. മറുവയുടെ മുകളിൽ കയറി നിന്ന് പരിസരം മുഴുവൻ നോക്കുന്നു. കുടിക്കാനും കഴിക്കാനും ഒന്നുമില്ലാത്ത, ഒന്നും കഴിച്ചിട്ടും കുടിച്ചിട്ടുമില്ലാത്തൊരു സ്ത്രീ 7 പ്രാവശ്യം സഫയുടെയും മറുവയുടെയും മുകളിൽ കയറി ഇറങ്ങിയെന്ന് ചരിത്രം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അതൊരു വലിയ ത്യാഗത്തിലൂടെയാണ് ആ കുടുംബത്തിന്റെ ജീവിതം മക്കയിൽ ആരംഭിക്കുന്നത്.
ആ ഒരു കുടുംബം ജീവിച്ചു തുടങ്ങുന്നതിന്റെ ഒന്നാമത്തെ ദിവസം അത് ഏറ്റവും വലിയ ത്യാഗത്തിന്റെ ദിവസത്തിലൂടെയാണ് കടന്നുപോയത്. സഫയുടെ മുകളിൽ നിന്നുകൊണ്ട് മർവയിലേക്കും മർവയുടെ മുകളിൽ നിന്നും സഫയിലേക്കും ഓടി ഓടി നടന്ന അവസാനം മർവയുടെ മുകളിൽ നിൽക്കുമ്പോഴാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പരിസരത്ത് അടുത്ത് വെള്ളത്തിന്റെ ചെറിയൊരു നീരുറവ ഒഴുകുന്നതായി ഹാജർ കാണുന്നത്. സംസം എന്ന് പറയുന്ന അത്ഭുത വെള്ളം ഇന്നും ലോകത്ത് നിലനിൽക്കുകയാണ്. എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഒരു ത്യാഗത്തിന്റെ ചരിത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസം വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കാത്തവരില്ല, അത് ചെന്നെത്താത്ത ലോകമില്ല. മനുഷ്യൻ താമസിക്കുന്നിടത്തെല്ലാം സംസം വെള്ളം ഒഴുകി പരന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സംസം നമ്മെ പഠിപ്പിക്കുന്നതും ഒരു ത്യാഗത്തിന്റെ ചരിത്രമാണ്. ഒരു ത്യാഗത്തിന്റെ മൂർധന്യതയിൽ ഉണ്ടായ പരിഹാരമാണ് സംസം. വിശുദ്ധ ഖുർആൻ നമ്മളുടെ മുൻകാല പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയും കൂടെയാണത്. എപ്പോഴാണോ ഒരു വ്യക്തിയുടെ മുമ്പിൽ ബാഹ്യമായ എല്ലാ സാധ്യതകളും അടയുന്നത്, എല്ലാ പ്രതീക്ഷകളും അടയുന്നത്, ആ പ്രതീക്ഷകൾ മുഴുവൻ അടയുന്നിടത്ത് വെച്ച് അള്ളാഹുവിന്റെ ഒരു സഹായം വരും. ആ സഹായം ഏറ്റവും വലിയ അത്ഭുതവുമായിരിക്കും. നമുക്കറിയാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കിട്ടിയ സഹായം ബാഹ്യമായ എല്ലാ വഴികളും അടഞ്ഞു. ഫിറഔൻ പറകിൽ, ഞാൻ ചരിത്രത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് പോവല്ല, പക്ഷെ ചില പോയിന്റ്സുകൾ ഓർമ്മപ്പെടുത്താൻ. ഫിറഔൻ പറകില്, മുമ്പില് സമുദ്രം, ബാഹ്യമായ എല്ലാ മാർഗങ്ങളും അടഞ്ഞു കിടക്കാണ്. അവിടെ വച്ചാണ് അള്ളാഹുവിന്റെ സഹായം വരുന്നത്. അവിടെ വച്ചാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈമാൻ അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. ആ പൂർണ്ണതയിൽ നിന്നാണ് സഹായം വരുന്നത്. ഇങ്ങനെ സമാനമായ അനേക സംഭവങ്ങൾ നമുക്ക് കാണാം. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ കാണാം, ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ കാണാം, മഹാനായ യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ കാണാം. ഇവിടങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ത്യാഗം അതെപ്പോഴാണോ അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്, അഥവാ ബാഹ്യമായ സഹായത്തിന്റെ വാതിലുകളെല്ലാം അടയുന്നത്, അവിടെ വച്ച് ഒരത്ഭുതം സംഭവിക്കും. ആ അത്ഭുതം ലോകത്തിന് മുഴുവൻ ഒരു പാഠമായി എക്കാലത്ത് നിലനിൽക്കുകയും ചെയ്യും. സംസമിനെ അല്ലാഹു തആല അങ്ങനെ ഒരു വലിയ അത്ഭുതമാക്കി സൃഷ്ടിക്കുകയും ഒരു വലിയ പാഠമാക്കി നിലനിർത്തുകയും ചെയ്തു. ശേഷം മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവാണ് മക്കയിലേക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലേക്ക് വരുന്നു. ഇസ്മായിൽ നബിയെയും കുടുംബത്തിനെയും കാണുന്നു. അടുത്തൊരു വരവിൽ ഹാജിറിനെ ഇബ്രാഹിം നബി കണ്ടതായി ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. നാം വായിച്ച് മനസ്സിലാക്കുന്നിടത്തോളം ചരിത്രത്തിൽ എവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജിറിനെ പിന്നെ ഒരിക്കൽ കണ്ടതായി നമ്മൾ കാണുന്നില്ല. ഇബ്രാഹിം നബിയുടെ അടുത്ത വരവിലുള്ളത് മകൻ ഇസ്മായിലാണ്. മകൻ ഇസ്മായിലും ഇസ്മായിലിന്റെ കുടുംബവുമാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഇടയിൽ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് യാത്രയായി. ചരിത്രം നമ്മൾ പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഇസ്മായിൽ നബിയും ഹാജറും അവിടെ താമസിക്കുന്ന സമയത്താണ് ഒരു യാത്രാസംഘം അതിലെ കടന്നു വരുന്നത്. യാത്രാസംഘം മുകളിലൂടെ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വെള്ളമുണ്ടാകാനുള്ള സാധ്യത കണ്ടുകൊണ്ട് വെള്ളം അന്വേഷിച്ചുകൊണ്ട് ആളെ അയക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു സ്ത്രീയും ഒരു കുഞ്ഞും മാത്രം ഇരിക്കുന്നു. അവിടെ ചെറിയ നീരുറവയുമുണ്ട്. ഇവര് സംഘം വന്ന് ഈ സ്ത്രീയോട് ചോദിക്കാണ്, ഞങ്ങളും ഇവിടെ താമസിച്ചോട്ടെ എന്ന്, ഞങ്ങളും ഇവിടെ താമസിക്കട്ടെ എന്ന്. ആ സ്ത്രീ അന്നേരം പറയുന്നു, നിങ്ങൾക്കിവിടെ താമസിക്കാം, പക്ഷെ വെള്ളത്തിന്റെ മുഴുവൻ ഉടമസ്ഥാവകാശവും എനിക്കായിരിക്കും. എന്നോട് ചോദിച്ചല്ലാതെ നിങ്ങൾക്ക് വെള്ളമെടുക്കാൻ അനുവാദമില്ല. ആ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് ആ സംഘം, ജുർഹും ഗോത്രത്തിൽപ്പെട്ട ആ സംഘം അവിടെ താമസിക്കാൻ ആരംഭിക്കുന്നു.
അങ്ങനെയാണ് മക്കയിൽ മനുഷ്യവാസം ആരംഭിക്കുന്നത്. സത്യത്തിൽ അവിടെ ഉലമാക്കൾ പറയുന്നൊരു കാര്യമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം ചെന്നെത്തി നിൽക്കുന്നവരാണ് ഇവര്. ആ ജുർഹും ഗോത്രത്തിൽപ്പെട്ട ആ സംഘത്തിൽ നിന്നാണ് ഇസ്മായിൽ നബി വിവാഹം കഴിക്കുന്നത്. ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റൊരു ഭാര്യയായ സാറയിൽ നിന്നുണ്ടായ പരമ്പരയിലാണ് ഇസ്ഹാഖ് നബി. ആ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് മൂസാ നബിയും ഈസാ നബിയും അങ്ങനെ തുടങ്ങുന്ന മറ്റ് പ്രവാചകന്മാരെല്ലാം ഉള്ളത്. അഥവാ ബനു ഇസ്രായേലർ എന്ന് പറയുന്ന വിഭാഗം ഇബ്രാഹിം നബിയുടെ മറ്റൊരു മകനിലൂടെ ഉണ്ടായതാണ്, ഇസ്ഹാഖ് നബിയിലൂടെ ഉണ്ടായതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ എന്ന മകനിലാണ് ഉണ്ടാകുന്നത്. ഈ ഇസ്മായിൽ എന്ന മകൻ വിവാഹം കഴിച്ച ആ കുടുംബം, ജുർഹും ഗോത്രം, ആ ഗോത്രം എത്ര മാന്യന്മാരായിരുന്നു എന്ന്, എത്രത്തോളം മാനുഷികമായ മര്യാദകൾ പാലിച്ചിരുന്നവരായിരുന്നു എന്ന് ഈ ചരിത്രത്തെ വിശദീകരിക്കുന്നിടത്ത് സീറയുടെ ഉലമാക്കൾ പറയുന്നുണ്ട്. ഇത് ഒരു വിശുദ്ധമായ ഒരു പരമ്പരയാണിത്. ഈ പരമ്പര സാധാരണക്കാരുടെ പരമ്പരയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹനായ ഇസ്മായിലിനെ വിവാഹം കഴിക്കാൻ പോകുന്ന കുടുംബം, ആ കുടുംബത്തിലെ വലിയ യോഗ്യന്മാരായ യുവാക്കൾ വന്നിറങ്ങുകയാണ് മക്കയിൽ. അവിടെ ഒരു സ്ത്രീയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഒരു ലോക രീതി അനുസരിച്ച് അവരാ നാടിന്റെ അധികാരികളായി മാറും. ആ വെള്ളം അവരുടെ നിയന്ത്രണത്തിലാകും. അവിടെയുള്ള സൗകര്യങ്ങൾ ആ വന്ന വ്യക്തികളുടെ നിയന്ത്രണത്തിലാകും. പക്ഷേ അവര് മാന്യമായി ചോദിക്കുന്നു, ഞങ്ങൾ ഇവിടെ താമസിക്കട്ടെ എന്ന്. അവരോട് വ്യക്തമായി മറുപടി പറയുന്നു, താമസിക്കാം, വെള്ളത്തിന്റെ അവകാശം ഞങ്ങളുടെ കയ്യിലായിരിക്കുമെന്ന്. അവർ ആ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് അവിടെ താമസിക്കുന്നു. എന്ന് വെച്ചാൽ ഇതൊരു കുടുംബം. ആ കുടുംബം എന്ന് പറയുന്നത് മാന്യമായി മനുഷ്യത്വപരമായി പെരുമാറുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു പാരമ്പര്യം. ആ പാരമ്പര്യത്തിന്റെ കണ്ണിയിലാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് ശരിയായ വിശ്വാസത്തിന്റെ വലിയ ഉദാഹരണങ്ങൾ, തവക്കുലിന്റെ വലിയ ഉദാഹരണങ്ങൾ, അത് റസൂലിന്റെ ഉപ്പയുടെ അഥവാ ഇസ്മായിൽ നബി, ഇബ്രാഹിം നബി ആ പാരമ്പര്യത്തിൽ നമ്മൾ കാണുകയാണ്. മറുഭാഗത്ത് ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിക്കാൻ പോകുന്ന ജുർഹൂം എന്ന് പറയുന്ന ഗോത്രം, അതും അറബികളാണ്, അറബി പാരമ്പര്യമാണ്. ഇതെല്ലാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 3 മക്കളായ സാമ്, യാഫസ്, ഹാമ്, ഈ 3 മക്കളിൽ സാമിന്റെ മക്കളാണ് പരമ്പരയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. സാമിന്റെ പരമ്പരയിലായി ആണ് ഇബ്രാഹിം അലൈഹി സ്വലാം എന്നതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിലാണ് സെമിറ്റിക് മതങ്ങളെന്നോ അല്ലെങ്കിൽ സെമിറ്റിക് ഭാഷകളെന്നോ ഒക്കെ പറയുന്ന ആ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ വേറെ വിഷയങ്ങളാണ്, വേറെ ബന്ധങ്ങളുള്ളതാണെങ്കിലും അതെല്ലാം നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയക്കുറവുണ്ട്. ഇപ്പൊ ചുരുക്കത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പാരമ്പര്യം നമ്മൾ നോക്കുമ്പോൾ ഈമാനികമായ ഗുണങ്ങളുള്ളവരാണ്, മാനുഷികമായ ഗുണങ്ങളുള്ളവരാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അവിടെയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് വരുമ്പോൾ ഇസ്മായിൽ നബിയാണ് കാണുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുമ്പോൾ ഇസ്മായിലിനെ അറുക്കാനുള്ള തീരുമാനവുമായിട്ടാണ് ഇബ്രാഹിം നബി വരുന്നത്. നമ്മൾ ആലോചിക്കണം, എന്നോ ഒരിക്കൽ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയതാണ്. പിന്നീട് ഒരിക്കൽ വരുന്നത് ആ മകനെ അറുക്കാൻ വേണ്ടിയിട്ടാണ്. മകനെ, ഞാൻ ഇങ്ങനെ നിന്നെ അറുക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു എന്ന് പറയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ അള്ളാഹുവിന്റെ കൽപ്പനയെ ശിരസ വഹിക്കാൻ തയ്യാറാവുകയാണ്. അവിടെയും നമ്മൾ കാണുന്നത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം നബിയുടെ ആ പരമ്പരയിലുള്ള പൂർവിക പിതാക്കന്മാരുടെ ഈമാനികമായ കരുത്താണ്. അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ്
ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് വിധേയനാവുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇബ്നു ദബീഹൈൻ എന്ന് സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്. ദബീഹ അഥവാ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ജീവനെ അർപ്പിക്കാൻ തയ്യാറായ ഒരു ചരിത്രം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർവിക പിതാക്കന്മാരെ നമ്മൾ കാണാം. അപ്പൊ അവിടെയും വിശ്വാസത്തിന്റെ ഒരു കരുത്താണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം പണിയാൻ വേണ്ടി വീണ്ടും വരുന്നതാണ്. മക്കയിലേക്ക് വന്നിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കഅബയുടെ പണി പൂർത്തീകരിക്കാനുള്ള കൽപ്പന വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. രണ്ടാളും കൂടെ ചേർന്നിട്ട് കഅബയുടെ പണി പൂർത്തീകരിക്കുന്നു. സംഭവമൊക്കെ നമുക്ക് അറിയുന്നതാണ്, അതുകൊണ്ട് അതിന്റെ വിശദമായ വശങ്ങളിലേക്ക് പോവല്ല. കഅബയുടെ പണി രണ്ടുപേരും കൂടി പൂർത്തീകരിക്കുന്നു. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാരിലൂടെ ഒരു വലിയ ചരിത്രം കുറിക്കുകയാണ്. ലോകത്ത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, മക്കയിൽ പണിയപ്പെട്ട കഅബാലയമാണ് ആദ്യമായി റബ്ബിന്റെ ഇബാദത്തിന് വേണ്ടി പണിയപ്പെട്ട ഗേഹമെന്ന് ഖുർആൻ പറയുന്നു. ഇന്ന് ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിം സമൂഹവും തിരിഞ്ഞു നിൽക്കുന്നത് കഅബയിലേക്കാണ്. കഅബയിലേക്ക് തിരിഞ്ഞാണ് അവർ നമസ്കരിക്കേണ്ടത്. എല്ലാ മസ്ജിദുകളും പണിയപ്പെടുന്നത് കഅബയിലേക്ക് തിരിച്ചാണ്. ഈ മസ്ജിദും കഅബയിലേക്ക് തിരിച്ചാണ് പണിതിരിക്കുന്നത്. നമ്മളിപ്പോ അസ്ര നമസ്കരിച്ചതും കഅബയിലേക്ക് തിരിഞ്ഞാണ്. അപ്പോ മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിക സമൂഹത്തിന്റെ ബന്ധം കഅബയിലേക്കാണെങ്കിൽ ആ കഅബയുടെ പണി നിർവഹിച്ചത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനാണ്. ആ പിതാമഹൻ എന്ന് പറയുമ്പോഴും ഇബ്രാഹിം നബിക്ക് 2 മക്കളുണ്ട്. ഇബ്രാഹിം നബിയുടെ 2 മക്കളിൽ അല്ലാഹു തആല തെരഞ്ഞെടുത്തത് ഇസ്മായിൽ നബിയാണ്. ആ ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. സത്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് കഅബാലയം പണിതതെന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിലെ മുസ്ലിമീങ്ങളെ ഒന്നിപ്പിക്കുന്ന ആ മഹത്തായ ഗേഹത്തിന്റെ പണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹനിലൂടെയാണ് നിർവഹിക്കപ്പെട്ടതെന്ന് പറയാൻ കഴിയും. എന്നാൽ അല്ലാഹു തആല കുറച്ചുകൂടി വ്യക്തത ആ വിഷയത്തിൽ വരുത്തുകയാണ്. ഇബ്രാഹിം നബിയുടെ 2 മക്കളിൽ മഹാനായ ഇസ്മായിൽ നബിയിലൂടെ ഈ 2 പ്രവാചകന്മാരിലൂടെ കഅബാലയത്തിന്റെ പണി പൂർത്തീകരിക്കുന്നു. ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവം. അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യര് സന്ദർശിക്കുന്ന ഒരു സ്ഥലം, കോടാനുകോടി സന്ദർശിച്ചു കഴിഞ്ഞ സ്ഥലം, ഇന്നും 10,000 ഈ നാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും 10,000 വലയം വെച്ചുകൊണ്ടേയിരിക്കുന്ന സ്ഥലം, 10,000 കഅബയിലേക്ക് ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ 10,000 കഅബയിൽ നിന്നും കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി വിദാഇന്റെ തവാഫ് ചെയ്ത് മടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സമൂഹത്തിന്റെ നെഞ്ചിലേറ്റപ്പെട്ട ഒരു വിശുദ്ധ ഗേഹത്തിന്റെ പണി മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന പിതാമഹനിലൂടെ അള്ളാഹു നിർവഹിക്കാൻ. അപ്പോ ആ ഒരു കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുടുംബത്തിൽ പൂജാതനാവുന്നതിന് മുമ്പേ നൽകിയ ഒരു അംഗീകാരം, ആ അംഗീകാരത്തിന്റെ ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന ചില ബാക്കികൾ, അതിനെക്കുറിച്ചാണ് ഞാൻ ചെറുതായി ഒന്ന് സൂചിപ്പിച്ചത്. ഇപ്പൊ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് കഅബാലയം പണിയാനാണ്. 2 കൂടെ കഅബാലയം പണിതു. കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയിലും ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. إذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا. കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം 2 പേരും കൂടെ ദുആ ചെയ്തു അല്ലാഹുവിനോട്, റബ്ബനാ തഖബ്ബൽ മിന്നാ. വലിയൊരു പാഠം ഇബ്രാഹിം നബി ലോകത്തിന് പഠിപ്പിച്ചു, ഇസ്മായിൽ നബി ലോകത്തിന് പഠിപ്പിച്ചു. ആ പാഠം തന്നെ വിശദീകരിക്കുകയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം കൊണ്ട്.
ഒരു മനുഷ്യൻ എത്ര വലിയ കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയാലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകുമ്പോൾ മാത്രമാണ് അതിന് മൂല്യം ഉണ്ടാകുന്നത്. കർമ്മങ്ങൾ എത്രത്തോളം ചെയ്തു കൂട്ടി എന്നുള്ളതല്ല, അത് റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യമാകാൻ ആ തരത്തിലാവുക എന്നതാണ് കർമ്മങ്ങളുടെ അടിസ്ഥാനം എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ച് ചെയ്ത ദുആയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്തു. ഒന്ന്, ലോകത്തെ മുഴുവൻ അങ്ങോട്ട് വിളിച്ചു. ലോകത്തെ മുഴുവൻ അങ്ങോട്ട് വിളിച്ചു. മറ്റൊന്ന്, ആ നാട്ടുകാർക്ക്, ആ നാട്ടിൽ താമസിക്കുന്നവർക്ക് വേണ്ടി ലോകത്തിലെ മുഴുവൻ വിഭവങ്ങളും കിട്ടാൻ വേണ്ടി ദുആ ചെയ്തു. രണ്ട് ദുആയും റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ ഇങ്ങനെയായിരുന്നു. എന്തെന്ന്? ലോകത്തിലുള്ള വിഭവങ്ങൾ, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഈ നാട്ടിൽ താമസിക്കുന്നവർക്ക് അല്ലാഹുവേ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കണേ എന്ന്. മക്ക ഊഷരമായ ഭൂമിയാണ്. മക്കയിൽ ഇന്നും കൃഷിയോഗ്യമല്ല. ഇത്രമേൽ മനുഷ്യൻ സാങ്കേതികമായി വളർന്നിട്ടും കൃഷി ചെയ്യുന്നതിന് പലതരത്തിലുള്ള ഗുണമേന്മയുള്ള വിത്തുകളും എല്ലാം കണ്ടുപിടിച്ചിട്ടും ഊഷരമായ ഭൂമികളിലും ഉചിതമായ കൃഷിക്കുള്ള സംവിധാനങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടും ഇന്നും മക്ക കൃഷിയോഗ്യമായ ഭൂമിയല്ല. പക്ഷേ മക്കയിൽ ലഭിക്കാത്ത ഒന്നുമില്ല. എല്ലാം മക്കയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയ്ക്ക് വേണ്ടി ചെയ്ത ദുആ ഇതാണ്. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഈ മക്കക്കാർക്ക് ആവശ്യമായ വിഭവങ്ങൾ നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്തു. മറുഭാഗത്ത് ഒരു പ്രഖ്യാപനവും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തി. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അള്ളാഹു പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം ഒരുപക്ഷെ നമുക്കൊരു പെട്ടെന്നുള്ള ഒരു വായനയിൽ മനസ്സിലാകുമെന്ന് തന്നെ സംശയം. കാരണം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാല, ജനങ്ങളെ നീ ഹജ്ജിന് വേണ്ടി വിളിക്കുക. യഅതൂക റിജാല, നടന്നു വരും. ജനങ്ങൾ നടന്ന് ഹജ്ജിന് വരും. വഅലാ കുല്ലി ളാമിരിൻ, യാത്ര ചെയ്ത് 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 ക്ഷീണിച്ച് തളർന്ന് മെലിഞ്ഞ ഒട്ടകങ്ങളിലും വരും. എന്ന് വെച്ചാൽ അത്ര ദീർഘമായ യാത്ര ചെയ്തു വരും. ഏറ്റവും സമീപത്തു നിന്നും വരും. യഅതൂക റിജാല, നടന്നു വരാനുള്ള ദൂരത്തു നിന്നുള്ളവർ ഹജ്ജിനെത്തും. വഅലാ കുല്ലി ളാമിരിൻ, ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് ദീർഘമായ യാത്ര ചെയ്ത് 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 ആ വാഹനം ക്ഷീണിച്ച് തളർന്ന് അതിലും ജനങ്ങളെത്തും. എന്ന് വെച്ചാൽ യാത്രാ സൗകര്യങ്ങൾ എത്ര പരിമിതമാണെങ്കിലും ആ പരിമിതമായ യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ അവിടെ എത്തുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അള്ളാഹുവിന്റെ വചനങ്ങൾ എത്ര ശരിയാണ്. നമുക്ക് അള്ളാഹുവിന്റെ വചനങ്ങളുടെ സത്യസന്ധത ആലോചിക്കാനുള്ള ഒരു സന്ദർഭവും കൂടിയാണിത്. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അന്ന് പറഞ്ഞതാണ് ഇബ്രാഹിം നബി വിളിച്ചത്. ഇബ്രാഹിം നബി വിളിച്ചപ്പോ ആ വിളിയുടെ ഉത്തരം എങ്ങനെ ആയിരിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞു. ഈ ആയത്തിന് 1400 കൊല്ലത്തിന്റെ പഴക്കമുണ്ട്. അല്ലാഹു എന്താ പറഞ്ഞത്? ലോകത്തിന്റെ എല്ലാ ദിക്കിൽ നിന്നും ജനം എത്തുമെന്നാ പറഞ്ഞത്. എല്ലാ ദിക്കിൽ നിന്നും ജനം ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുകയാണ് മക്ക മുക്കറമയിലേക്ക്. അപ്പോ മനുഷ്യരൊന്നായി ഒഴുകിയെത്തുന്ന ഒരു സ്ഥലം, ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും വിഭവങ്ങൾ ഒഴുകിയെത്തുന്ന സ്ഥലം. എന്നാൽ അവിടെ നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കൾ കുറവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ ഒന്നായി അങ്ങ് സ്വീകരിച്ചു. ആ നാട്ടിലെ ജനങ്ങളെ ഒന്നായി സ്വീകരിച്ചു. ആ നാട്ടിൽ ലോകത്തിന് മുഴുവൻ ഹിദായത്തിന്റെ വെളിച്ചവുമായി വരാനുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ആ റസൂലിന്റെ പിതാമഹന്മാരെ അത്രമേൽ അല്ലാഹു തആല ശുദ്ധരാക്കി വളർത്തി. ആ പാരമ്പര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീഴാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ആ പിതാമഹന്മാരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അദ്നാൻ വരെയുള്ള എൻ്റെ പിതാമഹന്മാർ വളരെ കൃത്യമാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദ് മനാഫ് ബിൻ ഖുസൈ ബിൻ കിലാബ് ബിൻ മുറത്ത് ബിൻ കഅബ് ബിൻ ലുഅയ് ബിൻ ഖാലിബ് എന്ന് നമ്മൾ പറയാറുള്ള മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ അദ്നാൻ വരെ നിൽക്കുന്ന ആ പരമ്പര വളരെ കൃത്യമായ പരമ്പരയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അദ്നാൻ മുതൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെ 6 പേരാണുള്ളത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഇസ്മായിൽ നബി വരെ എത്താൻ 26 പേര്, 26 പിതാമഹന്മാരിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് എത്തുന്നത്. ഇതിൽ 20 പേരുടെ പരമ്പര വളരെ കൃത്യമാണ്, സംശയമില്ലാത്തതാണ്. ആ പേരുകൾ അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ള 6 പേരുടെ കാര്യത്തിലെ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നുള്ളൂ. അതിന്റെ മുകളിലേക്കുള്ള ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാരുടെ 20 പേരുടെ പേരുകൾ ഇത്രത്തോളം വ്യക്തതയുള്ളതാണെങ്കിൽ ആ പാരമ്പര്യം എത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പിതാമഹന്മാർ എത്രത്തോളം സമൂഹത്തിൽ ശ്രദ്ധേയരായ അറിയപ്പെട്ടു പോയ ആൾക്കാരായിരിക്കും. അത്തരത്തിൽ എല്ലാ നിലയിലും പിന്നെ ഖുറൈശി ഗോത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. ഖുറൈശികളുടെ സവിശേഷത അത് വേറെയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മഹത്തായ ഒരു നാട്ടിൽ മഹത്തായ പാരമ്പര്യമുള്ള ഒരു പരമ്പരയിൽ ജീവിതത്തിൽ വ്യക്തിത്വം കൊണ്ടും അതുപോലുള്ള സൽഗുണങ്ങൾ കൊണ്ടും അറിയപ്പെട്ടു പോയ ഒരു കുടുംബത്തിൽ, ഒരു ഗോത്രത്തിൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു എന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേകമായ തെരഞ്ഞെടുപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മക്കയുടെ ആ ഒരു ജനവാസ സാഹചര്യം വളരെ ഹ്രസ്വമായി എന്ന് സൂചിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് റസൂൽ ജനിക്കുമ്പോഴുള്ള മക്കയുടെ ജനങ്ങളുടെ അവസ്ഥകൾ എന്തെല്ലാമായിരുന്നു എന്നതിനെ സംബന്ധിച്ചും ചെറിയ രീതിയിൽ ചർച്ച ചെയ്തതിനു ശേഷം അടുത്ത വിഷയങ്ങളിലേക്ക് കടക്കാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കൊണ്ട് സവിശേഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ജന്മം കൊണ്ടും സവിശേഷമാണ്. റസൂലിന്റെ നാട് സവിശേഷമാണ്. എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രത്യേക മനുഷ്യൻ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി മനസ്സിലാക്കാനും ആ ജീവിതം പകർത്താനും തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.